ഹലോ നമസ്കാരം. ഇന്നത്തെ പരിപാടി നമ്മുടെ തേനീച്ചപ്പെട്ടികൾ, പഴയ തേനീച്ചപ്പെട്ടികളൊക്കെ ക്ലീനാക്കുക എന്നുള്ളതാണേ. അപ്പോൾ നമ്മുടെ മഴയൊക്കെ കുറഞ്ഞു കഴിയുമ്പം, കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞു കഴിയുമ്പം തേനീച്ചകൾ പുതിയ കൂട് അന്വേഷിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ തേനീച്ച കർഷകർക്കും തിരക്ക് തന്നെയായിരിക്കും. കാരണം എന്താ അറിയോ, പുതിയ കെണിക്കൂടുകൾ വെച്ച് കൊടുക്കണം. കെണിക്കൂടുകൾ വെച്ച് കൊടുത്താൽ നമ്മൾക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു കൂട് കിട്ടും. തേനീച്ച പുതിയ കോളനീനെ നമുക്ക് കിട്ടും. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോളനീനെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എങ്ങനെയാലും ഡിവിഷൻ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു പരിമിതികളുണ്ടാവും. നമ്മൾ എടുത്ത് വെക്കുന്നത് മുട്ട, അങ്ങനത്തെ ഈച്ചകൾ എല്ലാം ഒന്നും ആകണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു കൂട്ടിൽ നിന്ന് പിരിഞ്ഞ് വന്ന് കയറുന്നത് നല്ല സ്ട്രോങ് ഉള്ള കോളനി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മൾ ഈ കഴിഞ്ഞ സീസണിൽ തിരിച്ച് വെച്ച പെട്ടികളൊക്കെ കുറേ എണ്ണമൊക്കെ മോശമായിട്ടുണ്ടാവും. മോശമായ മീൻസ് സക്സസ് ആകാതെ പോയതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതേപോലെ ക്ലീനാക്കിയിട്ട്, ശരിക്കും ക്ലീനാക്കാൻ പാടില്ല, ക്ലീനാക്കുന്നതിൻ്റെ ഒരു കാരണം കൂടെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് തേനീച്ച കയറുകയാണെങ്കിൽ പക്ഷേ ആ തേനെടുക്കണ്ടേ. അപ്പോൾ തേനെടുക്കുമ്പോൾ ഈ വേസ്റ്റെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലീനാക്കുന്നത്. ശരിക്കും ക്ലീനാക്കിയില്ലെങ്കിൽ തന്നെ അതിൻ്റെ ആ മെഴുകിൻ്റെ അംശങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് അത് കയറാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ തേനീച്ച വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. കെണിക്കൂടുകൾ വെക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈച്ചകൾ സ്ഥിരമായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ തേനീച്ച കൂടുകളുള്ള സ്ഥലങ്ങളുടെ പരിസരങ്ങളിലായിരിക്കണം. നമുക്കറിയാം, വീടിൻ്റെ പരിസരങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും അന്വേഷിക്കുന്നത്. പുതിയ കൂടുകൾ കെട്ടാൻ വേണ്ടി അന്വേഷിക്കുന്നത്. അതായത് ഈ ചെങ്കല്ലുകളുള്ള ഭിത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ വന്ന് ആ ചെറിയ സുഷിരങ്ങളിലൊക്കെ ഈച്ചകൾ വന്നിട്ട് നോക്കിയിട്ട് പോകുന്നത് കാണാം. നമുക്ക് അതേപോലെ മഴ കൊള്ളാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പെട്ടികൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈച്ചകൾ 100% വന്ന് കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പൂക്കളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തേനീച്ച വന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട്, അതായത് പുതുതായിട്ട് ഈ മേഖലകളിലേക്ക് ഇറങ്ങുന്നവർക്ക് പോലും ഇതുപോലുള്ള കെണിക്കൂടുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളനി കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈച്ചകൾ ഇതേപോലെ ചെങ്കല്ലിൻ്റെ സുഷിരങ്ങളിൽ വന്ന് അന്വേഷിക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഈച്ചകളെ അവിടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും ഈ ഈച്ചകൾ തന്നെ ഒരേ ഹോളിൽ നിരവധി തവണ വന്ന് കയറി അത് സെർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാനിത് സെപ്റ്റംബർ മാസത്തിലെടുത്ത വീഡിയോ ആണിത്. ഈ മാസം എടുത്ത വീഡിയോ ആണ്. ഇപ്പം ഇതേ ലൊക്കേഷനിൽ തന്നെ നമ്മളൊരു മാർച്ച് മാസം ആകുമ്പോൾ കാണാം ഈ ഹോൾസുകളെല്ലാം കറുത്തിട്ടുണ്ടാകും. ഈച്ചകൾ പോയി അന്വേഷിച്ച് പല പ്രാവശ്യം പോയിട്ട് അന്വേഷിച്ച് ഇങ്ങനെ ആ ഹോൾസ് എല്ലാം കറുത്തിട്ടുണ്ടാവും. നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈച്ചകൾ ഈ ഭാഗത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ പരിസരങ്ങളിൽ അവിടെ തന്നെ വെക്കണമെന്നില്ല, കുറച്ച് ദൂരെ ആയാലും വെച്ച് കഴിഞ്ഞാലും ഈച്ചകൾ വന്ന് അന്വേഷിക്കും. കൂട് കിട്ടിയാൽ കയറും, കുഴപ്പമൊന്നുമില്ല. ഫിക്സഡ് ആയിട്ട് വെക്കുന്ന സ്ഥലങ്ങളായിരിക്കും കൂടുതലും കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തൂക്കിയിട്ട് കഴിഞ്ഞാലൊക്കെ കയറില്ല എന്നും പറയുന്നില്ല. ഉദാഹരണമായിട്ട് എടുത്താൽ KSEBിയുടെ പഴയ മീറ്ററുകളിൽ എല്ലാ വീടുകളിലും ഇതേപോലെ ഈച്ചകൾ കൂട് കൂട്ടിയിട്ടുണ്ടാവും. അത് തന്നെ നമുക്കൊരു ഭയങ്കരമായ ഉദാഹരണമാണ്. എൻ്റെ വീട്ടിൽ ഇതേപോലെ കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറേ പിരിച്ച് എടുത്തിട്ടുമുണ്ട്.